നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 1 തിങ്കളാഴ്ചയാണ്. ഓണം ഉൾപ്പെടെയുള്ള ഒത്തിരിയേറെ ആഘോഷങ്ങൾ നടക്കാനിരിക്കുകയാണ്. ഒരു ഫെസ്റ്റിവൽ സീസൺ തന്നെയാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് ഒത്തിരിയേറെ പ്രതീക്ഷകളാണ് നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ മൊത്തത്തിൽ കാണാൻ കഴിയുക. ഇനി ഇന്ത്യൻ വിപണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5 മാസത്തിനിടയിലെ ഏറ്റവും വലിയൊരു വീക്ക്ലി ഫോളാണ് നിഫ്റ്റിയിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണാൻ കഴിഞ്ഞത്. കാര്യങ്ങൾ എന്തായാലും അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ പോകുന്നത്. പക്ഷേ ഈ വീക്കെൻഡിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ട്രംപ് താരിഫുകൾ നിയമവിരുദ്ധമാണെന്ന് US കോടതി വിധിക്കുകയുണ്ടായി. ട്രംപിന്റെ മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്ന് US അപ്പീൽ കോടതി പറഞ്ഞു. പക്ഷെ മറ്റൊരു കാര്യമുള്ളത്, ക്വാഡ് ഉച്ചകോടിക്കായി ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കിയിരിക്കുന്നു. ഇന്ത്യയും USഉം തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ 7 വർഷത്തിന് ശേഷം SCE ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ടിയാൻജിനിൽ എത്തി. ഞായറാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയാം. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വെള്ളിയാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. S&P 500 കഴിഞ്ഞ ആഴ്ച പുതിയ റെക്കോർഡ് ഹൈ ആണ് ടച്ച് ചെയ്തത്. കൂടാതെ എൻവിഡിയയുടെ ശക്തമായ റിസൾട്ടുകളും റാലിക്ക് തുണയായി. വെള്ളിയാഴ്ചയാണ് US നിന്നും പണപ്പെരുപ്പ ഡാറ്റ അഥവാ PCE ഡാറ്റ പുറത്തു വരുന്നത്. ഈ പണപ്പെരുപ്പ ഡാറ്റ സൂചിപ്പിക്കുന്നത് വിലകൾ ഇപ്പോഴും ഉയരുന്നുണ്ടെന്നും വരും മാസങ്ങളിൽ ഇതൊരു അപകട സാധ്യത നിലനിർത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഡാറ്റ സൂചിപ്പിച്ചത്. ഏതായാലും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന് ഫെഡ് സൂചന നൽകിയിട്ടുണ്ട്. എന്നാൽ തൊഴിൽ വിപണിയിലെ ബലഹീനത വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തേക്കാൾ വലിയ പ്രശ്നമായി കാണപ്പെടുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി വരുന്ന റേറ്റ് കട്ടുകൾ. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 1.06% ഇടിവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വിപ്രോ 1.43% ഇടിവിലും. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് ഒരു മ്യൂട്ടർ അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.06% നേട്ടത്തിലും ഡോക്ടർ റെഡ്ഡി 0.07% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ വിപണിയിലേക്ക്. യൂറോപ്യൻ വിപണികൾ വെള്ളിയാഴ്ച ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. US നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകൾ തന്നെയാണ് ഇടിവിന് കാരണമായത്. ബിറ്റ്കോയിനിലേക്ക് വന്നാൽ വലിയൊരു ഇടിവാണ് ഈ വീക്കെൻഡിൽ ഉണ്ടായത്. $107,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി സ്പോട്ട് ഗോൾഡിലേക്ക് വന്നാൽ 0.9% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 76,960 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക്. US ഡിമാൻഡ് ദുർബലമാകുമെന്നും ഉക്രൈൻ വെടിനിർത്തൽ കരാറിന് സാധ്യതയുണ്ടെന്നും വ്യാപാരികൾ ആശങ്കാകുലരായതിനാൽ വെള്ളിയാഴ്ച എണ്ണവില ഇടിഞ്ഞു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.7%, WTI 0.91%മാണ് ഇടിഞ്ഞത്. ഇനി ഇപ്പോഴത്തെ ആ വലിയ ഓഫറിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. ഓണത്തിനോടനുബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ 3 മാസത്തെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള കോഴ്സിന്റെ ഫീ 55% ഡിസ്കൗണ്ടോടുകൂടി വെറും 1,299 രൂപ മാത്രമായി കുറച്ചിരിക്കുന്നു. ഈ ഓഫർ പരിമിതമായ സമയത്തേക്ക് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ മുഖ്യമായിട്ടുള്ള ഒരു വാർത്തയുള്ളത്, ഇന്ത്യയും USഉം തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനീസ് സന്ദർശനം നടത്തിയിരിക്കുന്നു. ചൈനയിലെ ടിയാൻജിനിൽ നടന്ന CEO ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ചൈനയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഇരു രാജ്യങ്ങളും ഊന്നി പറഞ്ഞു. അതിർത്തി പ്രശ്നത്തിന് ന്യായവും ന്യായയുക്തവും പരസ്പരം സ്വീകാര്യവുമായ ഒരു പരിഹാരം സ്വീകരിക്കും. ആഗോള വ്യാപാരം സ്ഥിരപ്പെടുത്തുന്നതിൽ ഇന്ത്യയും ചൈനയും സമ്പദ് വ്യവസ്ഥയുടെ പങ്ക് ഊന്നി പറഞ്ഞു. 7 വർഷത്തിനിടെ മോദിയുടെ ചൈനയിലേക്കുള്ള ആദ്യ സന്ദർശനമാണിത്. 10 മാസത്തിനിടെ അവരുടെ രണ്ടാമത്തെ കൂടിക്കാഴ്ചയും. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം ടൊറന്റ് പവർ എന്ന കമ്പനി മധ്യപ്രദേശിൽ 22,000 കോടി രൂപ നിക്ഷേപിച്ച് പുതിയ 1,600 മെഗാവാട്ട് കൽക്കരി പവർ പ്ലാന്റ് നിർമ്മിക്കാൻ കമ്പനിക്ക് അനുമതി ലഭിച്ചു. അടുത്ത് അദാനി പവറാണ്. മധ്യപ്രദേശിലെ പുതിയ 800 മെഗാവാട്ട് തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് വൈദ്യുതി വിതരണം ചെയ്യുന്നതിനുള്ള ഓർഡർ കമ്പനി നേടി. മറ്റൊരു കമ്പനി ഓറോബിൻഡോ ഫാർമയാണ്. US FDA അതിന്റെ തെലങ്കാന യൂണിറ്റ് പരിശോധിച്ചു. 5 ചെറിയ പ്രശ്നങ്ങളാണ് കണ്ടെത്തിയത്. അടുത്ത് NCC എന്ന കമ്പനിയാണ്. 788 കോടി രൂപ വിലമതിക്കുന്ന 2 പുതിയ ജലവിഭജന ഓർഡറുകൾ കമ്പനി നേടിയിരിക്കുന്നു. അടുത്തത് PG ഇലക്ട്രോപ്ലാസ്റ്റ് ആണ്. AC-കൾ, വാഷിംഗ് മെഷീനുകൾ, ഫ്രിഡ്ജുകൾ എന്നിവ നിർമ്മിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ 1000 കോടി രൂപ നിക്ഷേപിക്കും. PNB ഹൗസിംഗ് ഫിനാൻസ് ബോണ്ടുകൾ വഴി 5000 കോടി രൂപ സമാഹരിക്കുന്നതിനായി ബോർഡ് സെപ്റ്റംബർ 5 യോഗം ചേരും. അടുത്തത് ബെൽ എന്ന കമ്പനിയാണ്. പ്രതിരോധ സാമഗ്രികൾക്കായി DRDO ലാബുമായി
സാങ്കേതികവിദ്യ കൈമാറ്റ കരാർ കമ്പനി ഒപ്പുവെച്ചു. അടുത്തത് സൈഡസ് വെൽനസ് ആണ്. UK ആസ്ഥാനമായുള്ള കമ്പനിയായ കംഫർട്ട് ക്ലിനിക്കിന്റെ ഭൂരിപക്ഷ ഓഹരികളും കമ്പനി വാങ്ങുന്നു. അടുത്തത് പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് എന്ന കമ്പനി. തെലങ്കാനയിൽ ഒരു ഡീലർഷിപ്പ് സ്വന്തമാക്കാൻ മാരുതി സുസുക്കിയിൽ നിന്ന് അനുമതി ലഭിച്ചു. അടുത്തത് നസാറ ടെക്നോളജീസ് എന്ന കമ്പനി. ഓൺലൈൻ ഗെയിമിംഗ് നിരോധനത്തിന് ശേഷം മൂൺഷൈൻ ടെക്കിൽ ഓഹരി വാങ്ങാനുള്ള പദ്ധതി കമ്പനി റദ്ദാക്കി. അടുത്തത് ധരൺ ഇൻഫ്ര EPC എന്ന കമ്പനിയാണ്. സ്കൈമാക്സ് ഇൻഫ്ര പവറിൽ നിന്ന് 1171 കോടി രൂപയുടെ പുതിയ കരാർ കമ്പനി നേടി. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസം മാത്രമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്കിലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ച്, ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച്, ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂൾസുകളെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. എല്ലാ വിവരങ്ങളും അറിയുന്നതിനായി തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 8313 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച സെല്ല് ചെയ്ത്. DIS ആവട്ടെ 11488 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ട്രംപിന്റെ പരസ്പര താരിഫുകളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധമാണെന്ന് US കോടതി വിധിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ, കുറേയേറെ മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.24% ഇടിവിൽ. സിംഗപ്പൂർ മാർക്കറ്റ് 0.31% ഇടിവിൽ. ഹോങ്കോങ് മാർക്കറ്റ് ഇപ്പോൾ ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിന് ഒരുങ്ങുകയാണ്. തായ്വാൻ മാർക്കറ്റ് 0.17% ഇടിവിൽ. കോസ്പി മാർക്കറ്റ് 0.34% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,613 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 40 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റിയിലേക്ക് വന്നാൽ 5 ആഴ്ചത്തെ ഏറ്റവും വലിയൊരു വീക്ക്ലി ഫോളാണ് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിഫ്റ്റി ഏകദേശം 2% കഴിഞ്ഞ ആഴ്ച ഇടിഞ്ഞത്. നിഫ്റ്റിയിലേക്ക് വന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഒരു ഫോൾ തന്നെയായിരുന്നു കണ്ടത്. നിഫ്റ്റിയിൽ അപ്സൈഡിലെ ആ ഒരു ഫോൾ വന്നപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഡൗൺ സൈഡിലെ ആ ഒരു ഗ്യാപ്പ് ഏരിയ ഫിൽ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. ഈ ഗ്യാപ്പ് ഏരിയ ഫിൽ ചെയ്തതിന് ശേഷവും നിഫ്റ്റിയിൽ വീണ്ടും ഒരു ഫോൾ തന്നെയാണ് വന്നത്. ഈ ഒരു സപ്പോർട്ട് സോണിൽ മുൻപ് 4 തവണയാണ് നിഫ്റ്റി ടച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇത്തവണ ഈ ഒരു സപ്പോർട്ട് സോൺ ടച്ച് ചെയ്ത് തിരിച്ചൊരു ബൗൺസ് ബാക്ക് ഉണ്ടാകുമോ ഒരുപക്ഷെ, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഒരു ഫോളോ ആണോ ലഭിക്കുക എന്ന് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ നോക്കുന്നത്. ഇനി ഫോളോ ഒരു പക്ഷേ ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്നില്ലെങ്കിൽ ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൗൺ സൈഡിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് സോണാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നോക്കാം. 24,400 സ്ട്രൈക്കിൽ 175% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 228% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,350 സ്ട്രൈക്കിൽ 113% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ്. കോൾ സൈഡ് നല്ല ശക്തമാണ്, 458% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഇനി 24,480 സ്ട്രൈക്കിൽ 208% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ്. കോൾ സൈഡ് പക്ഷേ വളരെ വളരെ ശക്തമാണ്, 1011% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,400ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 53,656-ൽ 165 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്രൂഷ്യലായി പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് താഴെയായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ അവസാനത്തെ ഒരു ഹോപ്പ് കൂടി നമുക്ക് താഴെ ഡൗൺ സൈഡിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത് 53,490 മെയ് 9 ലോ ആയിട്ടുള്ള ലെവൽ കൂടിയാണിത്. ആ ഒരു ലോയ്ക്ക് ശേഷം നമുക്ക് നല്ലൊരു അപ്പ് മൂവാണ് പിന്നീട് ലഭിച്ചത്. ഇവിടെയും നമുക്ക് അത്തരത്തിലൊരു അപ്പ് മൂവ് ലഭിക്കുമോ എന്ന് തന്നെയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കേണ്ടത്. ഏതായാലും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഏതായാലും എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്കൂൾ അടച്ചത് കൊണ്ട് തന്നെ ഒരുപാട് പേർ വലിയ ആഘോഷങ്ങളിലാണിപ്പോൾ. ഈ ആഘോഷങ്ങൾക്ക് ഒന്നുകൂടി നിറം കൂട്ടുന്നതിനായിട്ട് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ 3 മാസത്തേക്ക് വെറും 1,299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. 3 മാസത്തേക്ക് മുൻപ് 2,999 രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 55% ഡിസ്കൗണ്ടോട് കൂടിയാണ് ഈ ഓഫർ ഉള്ളത്. അതുകൊണ്ട് പരമാവധി എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പരിമിതമായ കാലത്തേക്ക് മാത്രമാണ് ഈ ഓഫർ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഓഫർ ഉപയോഗിക്കുക. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഏവർക്കും നന്ദി.